Here, equal the stiffness of spring. Case 1, springs in series. Case 2, springs in parallel. About springs in series. അപ്പോൾ ഈ ചിത്രം ഒരു ഫിഗർ ഇവിടെ കാണാൻ പറ്റും. രണ്ട് സ്പ്രിങ്, അതിൻ്റെ അറ്റത്ത് എൻഡിൽ ഒരു മാസ് കാണാൻ പറ്റും. K1, K2 are the stiffness of the springs. Okay, അപ്പോൾ K1 means stiffness of the first spring and K2 is the stiffness of the second spring. അപ്പോൾ ഇത് സീരീസ് ആണെന്ന് എങ്ങനെ മനസ്സിലാവുക? How can we say that this spring is series? അത് ഈ സ്പ്രിങ്ങിൻ്റെ അറ്റത്ത്, ഈ ഒന്നാമത്തെ സ്പ്രിങ്ങിൻ്റെ അറ്റത്താണ് മറ്റേ ഒരു സ്പ്രിങ് കണക്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് സ്പ്രിങ്സ് ഈസ് ഇൻ സീരീസ്. ഈ രണ്ട് സ്പ്രിങ്ങിൻ്റെ നടുവിൽ ഒരു മാസ് വന്നാൽ ഈ സ്പ്രിങ്ങിൻ്റെ ഈ അറ്റം കണക്ട് ചെയ്യുന്നത് ഈ സ്പ്രിങ്ങിലേക്കല്ല. ഇവിടെ ഈ സ്പ്രിങ്ങിൻ്റെ ഈ അറ്റം കണക്ട് ചെയ്യുന്നത് മറ്റേ സ്പ്രിങ്ങിലേക്കാണ്. ഇവിടെ സ്പ്രിങ്ങിൻ്റെ അറ്റം കണക്ട് ചെയ്യുന്നത് ഈ സ്പ്രിങ്ങിലേക്കല്ല, പകരം ഒരു മാസ് വരുന്നുണ്ട്, അവിടേക്കാണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ സ്പ്രിങ്സ് are in parallel condition. It is springs are in series condition. Okay. So in case how can we find out the natural frequency of the vibration? Vibration means ഇത് എന്താണ്? ഇത് linear vibration അല്ലേ? Translation. Linear vibration അല്ലേ? Up and down motion. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നാച്ചുറൽ ഫ്രീക്വൻസി 1/2π√k/m ആണ്. അപ്പോൾ ഇവിടെ രണ്ട് K1 K2 ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സ്പ്രിങ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ K1 K2 ഉള്ളത് കൊണ്ട് അതിൻ്റെ ഈക്വലൻ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ സീരീസിൻ്റെ കേസിൽ ഈക്വലൻ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1/k(EQ) ഈക്വലൻ്റ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് K. Okay, equal to 1/K1 plus 1/K2. 1/K is equal to LCM K2 plus K1 divided by K1 A2. So from this equalent KEQ is equal to K1 K2 divided by K1 plus K2. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി K1 K2 ഉണ്ട്, അല്ലെ? രണ്ട് സ്പ്രിങ് ഉണ്ട്. ഇപ്പോൾ എന്തായി മാറി? ഇത് ഒറ്റ സ്പ്രിങ്ങായി മാറി, അതാണ് KEQ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിത്രം എന്തായി മാറും? ഇതേ മാറി ഒരു സ്പ്രിങ്ങും ഒരു മാസും ഉള്ള അവസ്ഥയിലേക്ക് വരും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഒരു മാസം ഒരു സ്പ്രിങ്ങും ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ. സോ ഈ കേസിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി വൈബ്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/2π × (k(EQ) ഈക്വലൻ്റ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് ഡിവൈഡഡ് ബൈ മാസ്. ഇനി when the springs are connected in parallel, ആ കേസിൽ എന്തായി മാറും? ഫിഗർ ഇങ്ങനെയുള്ള ഫിഗർ ഇങ്ങനെയും മാറും കേട്ടോ. ഇത് രണ്ടും പാരലാണ്. ഈ സ്പ്രിങ്ങിൻ്റെ ഈ അറ്റം ഇതിലേക്കല്ല കണക്ട് ചെയ്തിട്ടില്ല, അറ്റം ഈ മാസിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ മാസിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, മാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് മാസ് കണക്ട് ചെയ്ത് മാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്പ്രിങ്സ് ആർ ഇൻ പാരൽ. ഈ കേസിലും F1 is equal to 1/2π√KEQ/m ആണ്. പക്ഷെ KEQ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് മാറ്റാണ്. KEQ is equal to K1 plus K2 അതാണ് ഇക്വേഷൻസ്. അപ്പോൾ എന്താ മാറി? ഈ രണ്ട് സ്പ്രിങ്സും കൂടി ഒന്നായി മാറി KEQ/m. സോ 1/2π√KEQ divided by m. ഓക്കെ, ഇത് മറ്റേ വേർഡ് ഫിഗർ ഷോസ് പാരലൽ കണക്ഷൻ ഓഫ് സ്പ്രിങ്. ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഫിഗർ കാണാൻ പറ്റും. ആ ഫിഗർ കാണുമ്പോൾ ഓർമ്മിച്ചോളണം, ഇത് സ്പ്രിങ്ങിൻ്റെ പാരലൽ കണക്ഷൻ ആണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമുക്കൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് ടോർഷണൽ. അപ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനാണ്, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ, ആ ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെ കേസിൽ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് 1/2π√k/m. ഇന്നൊരു പ്രോബ്ലം നോക്കാം. ഒബ്റ്റെയിൻ ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഫോർ ദി സിസ്റ്റം ഓഫ് ദി കമ്പൈൻഡ് സ്പ്രിംഗ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗർ തന്നിട്ടുണ്ട്. ടേക്ക് K1 ഈക്വൽ ടു K3. K1 ഈക്വൽ ടു K3 ഈക്വൽ ടു 2000 Nm/m, K2 ഈക്വൽ ടു 1500 Nm/m ആൻഡ് M ഈസ് ഈക്വൽ ടു 10 kg. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യും ഫസ്റ്റ്? സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
K2 അല്ലേ? K1ന്റെ അറ്റത്ത് K2 കണക്ട് ചെയ്യില്ല. അപ്പോൾ ഇത് സീരീസ് ആണ് ഉറപ്പായി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അത് സോൾവ് ചെയ്യുക. K1 K2 ഉപയോഗിച്ചിട്ട് ഈക്വാലിറ്റി കണ്ടുപിടിക്കുക. 1/k EQ ഈക്വൽ, കാരണം ഇത് K1 K2 ഉണ്ട്. അപ്പോൾ 1/k EQ1 ഈസ് ഈക്വൽ ടു LCM എടുത്തു. അപ്പോൾ K1 K2 K1 plus K2, അങ്ങനെ K1 എത്ര 2000 into 1500 divided by K1 plus K2. So 857.14 Newton per meter എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ K1 K2 രണ്ട് സ്പ്രിംഗിൽ നിന്നുള്ള ഒറ്റ സ്പ്രിംഗായി മാറി. അതാണ് KEQ1. അപ്പോൾ നമ്മൾ ചിത്രം എന്തായി മാറി? ഇങ്ങനെ മാറി കേട്ടോ. KEQ1 ഇതൊറ്റ സ്പ്രിംഗായി മാറി. പിന്നെ ഇവിടെ ഒരു മാസ് ഉണ്ട്, പിന്നെ K2. അപ്പോൾ ഇത് ഈ ചിത്രം എന്തായി മാറി? ഈ സ്പ്രിംഗിന് അറ്റത്തല്ല ഈ സ്പ്രിംഗ് ഉള്ളത്, നടുവിൽ മാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാസിലേക്ക് കണക്ട് ചെയ്ത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇത് പാരലൽ കണക്ഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത്? ഇവിടെ K3 ഉണ്ട്, KEQ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലൽ ആകുമ്പോൾ ഇതിൻ്റെ കൂടി ആഡ് ചെയ്യാം. ഈക്വൽ സ്റ്റിഫ്നെസ് KEQ സഫിക്സ് 2 ഈസ് ഈക്വൽ ടു അല്ലേ? KEQ സഫിക്സ് 2 എന്ന് എഴുതാം, കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് KEQ2 എന്ന് എഴുതുന്നു. ഈക്വൽ KEQ1 പ്ലസ് K3. KEQ1 എത്ര? 857.14 plus K3 is given 2000 is equal to 2857.14 Newton per meter എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി അല്ലേ? KEQ1 ഉം K3 ഉം ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രണ്ട് സ്പ്രിങ് ഒന്നായി മാറിയില്ലേ? KEQ1 ഇവിടെയുണ്ട്, K3 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒറ്റ സ്പ്രിങ്ങായി മാറി. അപ്പോൾ ഈ ചിത്രം എന്തായി മാറി? ഇതേമാതിരി മാറി. ഇപ്പം നമുക്ക് എന്തായി മാറി? ഒരു മാസം ഒരു സ്പ്രിങ്ങും ഉള്ള കണ്ടീഷനിലേക്ക് എത്തി. ഫൈനൽ ഇങ്ങനെ ഉണ്ടാകുന്നത്. സോ KEQ is equal to this one ഇതൊരു മാസം. സോ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1/2π into root of അല്ലേ? root of Fn is equal to 1/2π into root of KEQ divided by M. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ KEQ എന്നുള്ളത് നമുക്ക് KEQ1 കണ്ടുപിടിച്ചു, KEQ2 കണ്ടുപിടിച്ചു. അപ്പോൾ KEQ3 ഉണ്ടാവും, KEQ3 ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? KEQ2 ഈക്വൽ ടു KEQ എന്നായിട്ട് എടുക്കുന്നു. അത്രേ ഉള്ളൂ. KEQ2 ഈക്വൽ ടു KEQ എടുക്കുന്നു. ഇപ്പം KEQ1 KEQ2 KEQ3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? Fn ഈക്വൽ ടു 1/2π root of KEQ by M ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നോക്കും KEQ4 ഉണ്ടോ? ഇല്ല. അതിന് തൊട്ട് താഴെയുള്ള KEQ3 ആവുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? KEQ3 ഈക്വൽ ടു KEQ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തേക്ക് 1/2π root of KEQ KEQ is equal to 2857.1 divided by mass 10 is equal to this value. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. Determine the equalent spring stiffness and natural frequency of the vibrating system when the mass is suspended to the spring. Second question, the mass is suspended at the bottom of two springs in series. Third question, the mass is fixed between two springs. Fourth one, the mass is fixed to the midpoint of a spring. Take stiffness of the two springs as 7 Newton per mm and 12 Newton per mm. Respectively, the mass suspended is 15 kilogram. അപ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മാസ് ഈസ് സസ്പെൻഡഡ് ടു ദ സ്പ്രിംഗ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചിത്രം വരയ്ക്കാൻ. ദ മാസ് ഈസ് സസ്പെൻഡഡ് ടു ദ സ്പ്രിംഗ്. എന്നിട്ട് ഇതാ ചിത്രം വരിക. അപ്പോൾ ഇവിടെ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് ഈസ് ഗിവൺ. K1 ഈക്വൽ ടു 7 ആണ്, K2 ഈക്വൽ ടു 12. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങൾ ജസ്റ്റ് ഇവിടെ KEQ എന്ന് പറഞ്ഞിട്ട് 7 മാത്രം എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ 12 എടുത്താലും ശരിക്കാണ്, ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് 7 കൊടുത്തത് കൊണ്ട് K1 ഈക്വൽ ടു KEQ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. ഇനിയിപ്പോൾ 12ഉം 7ഉം ആണെങ്കിൽ K1 ഈക്വൽ ടു KEQ എന്ന് പറഞ്ഞിട്ട് 12 എടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ KEQ ഈസ് ഈക്വൽ ടു K1 ഈക്വൽ ടു ന്യൂട്ടൺ പെർ എംഎമ്മിന് ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് മാറ്റുക, SI യൂണിറ്റിലേക്ക് മാറ്റുക. സോ ഇൻറ്റു 10⁻³
Newton per meter. അപ്പോൾ Fn is equal to natural frequency is equal to 1 by 2 pi root of K equallent divided by mass. 1 by 2 pi root of 7 into 10 raised to 3 divided by 15. So you will get 3.43 hertz. അപ്പോൾ അത് ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തത്, the mass is suspended at the bottom of two springs in series. അപ്പോൾ ഇത് സീരീസ് ആണ്, കണ്ടില്ലേ? എന്തുകൊണ്ട് സീരീസ് എന്ന് പറയാൻ കാരണം, അതായത് ഈ സ്പ്രിങ്ങിൻ്റെ മറ്റേ അറ്റം മറ്റേ സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, മാസുമായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് സീരീസ്. അപ്പോൾ K1 തന്നിട്ടുണ്ട്, K2 തന്നിട്ടുണ്ട്, അതിന് മീറ്ററിലേക്ക് മാറ്റുക, ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് മാറ്റി. സോ K ഈക്വലന്റ്, സീരീസിൻ്റെ കേസിൽ K ഈക്വലന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2, അല്ലെങ്കിൽ 1 ബൈ K ഈക്വലന്റ് ഈസ് ഈക്വൽ ടു 1 ബൈ K1 പ്ലസ് 1 ബൈ K2, അങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ 3 സ്പ്രിങ്ങിന് തന്നെ സംഭവിക്കുക 1 ബൈ K ഈക്വലന്റ് ഈസ് ഈക്വൽ ടു 1 ബൈ K1 പ്ലസ് 1 ബൈ K2 പ്ലസ് 1 ബൈ K3, അങ്ങനെ വരും. ശരിക്കും അങ്ങനെ എടുക്കേണ്ട ബെസ്റ്റ്. 2 സ്പ്രിങ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റൂ. 3 സ്പ്രിങ് ആകുമ്പോൾ അത് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് 1 ബൈ K1 പ്ലസ് 1 ബൈ K2 പ്ലസ് 1 ബൈ K3 എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് K ഈക്വലന്റ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. 2 സ്പ്രിങ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. 3 സ്പ്രിങ് ആണെങ്കിൽ K1 K2 K3 ഡിവൈഡ് ബൈ K1 പ്ലസ് K2 പ്ലസ് K3 എന്ന് ഉപയോഗിക്കാൻ പറ്റൂല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് K ഈക്വലന്റ് ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K ഈക്വലന്റ് കിട്ടി 1 ബൈ 2 pi. അപ്പോൾ എന്താ മാറി K ഈക്വലന്റ് എന്ന് പറയുമ്പോൾ എന്തായി മാറി, 2 K1 K2 K ഈക്വലന്റ് ആയി മാറി. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇങ്ങനെ മാറും. ഓക്കെ. സോ 1 ബൈ 2 pi റൂട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2.73 ഹെർട്സ് എന്ന് കിട്ടും. ഇനി ദ മാസ് ഈസ് ഫിക്സഡ് ബിറ്റ്വീൻ 2 സ്പ്രിങ്സ്. മൂന്നാമത്തെ കേസ്, 2 സ്പ്രിങ്ങിനിടയിൽ മാസ് വന്നു. അപ്പോൾ ഇറ്റ് ഈസ് പാരലൽ. സോ പാരലലിൻ്റെ കേസിൽ K ഈക്വലന്റ് ഇസ് ഈക്വൽ ടു K1 പ്ലസ് K2 ആണ്. അപ്പോൾ K ഈക്വലന്റ് കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മുടെ മാറി, ഈ രണ്ടെണ്ണം ഒന്നായി മാറി, ഒരു സ്പ്രിങ്ങും ഒരു മാസവും മാറി. സോ 1 ബൈ 2 pi റൂട്ട് ഓഫ് K ബൈ M ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. യു വിൽ ഗെറ്റ് Fn ഇസ് ഈക്വൽ ടു 5.65 ഹെർട്സ്. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, ദ മാസ് ഈസ് ഫിക്സഡ് ടു ദ മിഡ് പോയിന്റ് ഓഫ് എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൻ്റെ മിഡ് പോയിന്റ് കേട്ടോ, ഇത് ഒറ്റ സ്പ്രിങ് ആണ്. അപ്പോൾ ഈ ഒറ്റ സ്പ്രിങ്ങിൻ്റെ നടുവിലാണ് മാസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാസ് കാരണം ഈ സ്പ്രിങ് എന്തായി മാറുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൊത്തം സ്റ്റിഫ്നെസ് K ആണെങ്കിൽ ഈ മേലത്തെ 2K എന്നും താഴത്തത് 2K എന്നും അറിയപ്പെടും. ഓക്കെ. അപ്പോൾ K ഈക്വലന്റ് ഇസ് ഈക്വൽ ടു പാരലൽ മാതിരിയായി 2K പ്ലസ് 2K ഈക്വൽ ടു 4K. അപ്പോൾ K ഈക്വൽ ടു ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റിഫ്നെസ് എടുക്കുക, K1 K2 എന്ന് K എടുക്കുക, അല്ലെങ്കിൽ 12 എടുക്കാം. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം 7 തന്നതുകൊണ്ട് 7 എടുക്കുന്നു. സോ 4 into 7,000 28,000 Newton per meter. നാച്ചുറൽ ഫ്രീക്വൻസി ഇക്വേഷൻസിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ മാറി, ഇത് 28,000 ഈക്വലന്റ് കിട്ടിയില്ല. K ഈക്യു കിട്ടുമ്പോൾ എന്തായി മാറി, ഈ 2 സ്പ്രിങ് കൂടി ഒരു സ്പ്രിങ് ആയി മാറി. 28,000 താഴെ മാസ് 15 കിലോഗ്രാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.87 ഹെർട്സ് വിൽ ബി യുവർ ആൻസർ. അപ്പോൾ ഈ ഇങ്ങനെ സ്പ്രിങ്ങിന് ഇപ്പോൾ ഒരു സ്പ്രിങ്ങിന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകണ്ടെങ്കിൽ എന്ത് വേണം, യൂണിറ്റ് കട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്പ്രിങ്ങിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പ്രിങ്ങിൽ ഒരുപാട് കോയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോയിൽ ഇത്രയും മറ്റേ കോയിൽ ഇത്രയും. അപ്പോൾ കോയിലിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ, കോയിലിൻ്റെ എണ്ണം കുറഞ്ഞു. കോയിലിൻ്റെ എണ്ണം കുറയുമ്പോൾ സംഭവിക്കുകയെന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ് കൂടുകയില്ല. അങ്ങനെയാണ് ഇവിടെ K ഉള്ളത് 2K ആണ്. ഓക്കെ, 2K. ഇനിയിപ്പോൾ ഇതന്നെ അവിടെ 3 ഡിവൈഡ് ചെയ്യുന്നു, 2 3. അപ്പോൾ ടൈം മാറിയത് 3K 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 എന്നായി മാറി. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 4K 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 എന്നായി മാറി. അപ്പോൾ കോയിലിൻ്റെ എണ്ണം കുറയുമ്പോൾ ഒന്ന് സംഭവിക്കുന്നത് അവിടെ സ്റ്റിഫ്നെസ് കൂടുകയായിരുന്നു. എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നൊരു കാര്യം.
ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽ ഇസിക്വൽ ടു n, അതിന് രണ്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് മാറി n/2 ആയി. കോയിലിൻ്റെ എണ്ണം കുറഞ്ഞു. കോയിലിൻ്റെ എണ്ണം കുറയുമ്പോൾ എന്താ സംഭവിക്കുക? സ്റ്റിഫ്നെസ് കൂടും. ഇവിടെ ഇപ്പോൾ കോയിലിൻ്റെ എണ്ണം കുറയുകയായി. ടോട്ടൽ നമ്പർ ഓഫ് കോയിൽ ഇസിക്വൽ ടു n, രണ്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ കോയിലിൻ്റെ എണ്ണം കുറഞ്ഞു. എന്തായി മാറി? n/2 എന്നായി മാറി. അപ്പോൾ സ്റ്റിഫ്നെസ് എന്തായി മാറി? 2k എന്നായി മാറി. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. ഇനിയിപ്പം നമ്മൾ ഇതേമാതിരി നമ്പർ ഓഫ് കോയിൽസ് ഈസ് ഈക്വൽ ടു n, അതിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ മാറി? n/3. അപ്പോൾ സ്റ്റിഫ്നെസ് എന്തായി മാറി? 3k. അപ്പോൾ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഫോഴ്സ് അധികം കൊടുക്കേണ്ടി വരും. ഇതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്ര ഇവിടെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Degrees of freedom means what? It is the minimum number of independent coordinates required to specify the system. Example, consider a spring mass system. In this case, the mass is constrained to move in one direction, up and down motion only. The mass cannot undergo rotation. Hence, it is single degrees of freedom. അതേമാതിരി മറ്റൊരു എക്സാമ്പിളാണ് മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഫിഗർ കാണാൻ പറ്റും, അത് വരക്കണം. സോ എന്താ പറയുന്നത്? ഹിയർ ഓൺലി വൺ വേരിയബിൾ തീറ്റ ഈസ് സഫിഷ്യൻറ്റ് ടു ഡിഫൈൻ ദി ഡെഫിനിറ്റ് പൊസിഷൻ ഓഫ് ദി സിസ്റ്റം. മറ്റേ കേസിലെങ്കിലോ, ഹിയർ വൺ വേരിയബിൾ എക്സ് can be used to define the position of the system. അല്ലെങ്കിൽ മാസിൻ്റെ ഓരോ പൊസിഷനും നമുക്ക് ഈ എക്സ് വെച്ചിട്ട് പറയാൻ പറ്റും. ടു ഡിഫൈൻ ദി പൊസിഷൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞതാണ്. ടു ഡിഫൈൻ ദി പൊസിഷൻ ഓഫ് ദി സിസ്റ്റം. അതിൻ്റെ മാസം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, രണ്ട് ശരിയാ. അതേമാതിരി 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ മാസ് വെക്കുമ്പോൾ ഇവിടെ എലാവേഷൻ ആവും, ഇവിടെ മാസ് ഇല്ലെങ്കിൽ ഇവിടെ കമ്പഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ m1 ഈക്വൽ ടു m2 ആവാം, അല്ലെങ്കിൽ m1 നോട്ട് ഈക്വൽ ടു m2 ആവാം. വാട്ട് എവർ ഇറ്റ് മേ ബി, x1 ഈ m1 വെക്കുമ്പോൾ അവിടെ ഒരു x1 ഉണ്ടാവും, m2നെ കൊണ്ട് അവിടെ വേറൊരു x2 ഉണ്ടാവുന്നു. സോ ഇവിടെ x1, x2 ആർ ദി ഡിസ്പ്ലേസ്മെൻറ്റ്സ്. x1, x2 displacements are independent of each other. Hence, system has 2 degrees of freedom. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തീറ്റേൻ്റെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ ബോബിൻ്റെ ഓരോ പൊസിഷനും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒറ്റൊരു വാല്യൂബിളേ വേണ്ടു അവിടെ. അതേമാതിരി ഇവിടെ അങ്ങനെ തന്നെ ഇതിങ്ങനെ ഈ ഓരോ പൊസിഷൻ എക്സ് മാറുന്നതിനനുസരിച്ച് ഈ മാസിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. സോ ഓൺലി വൺ വേരിയബിൾ ഈസ് സഫിഷ്യൻറ്റ് ടു ഡിഫൈൻ ദ ഡെഫിനിറ്റ് പൊസിഷൻ ഓഫ് ദി സിസ്റ്റം. ഓൺലി വൺ വേരിയബിൾ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടെങ്കിൽ 2 വേരിയബിൾ വേണം, x1ഉം x2ഉം വേണം. എന്നാലും മാത്രമേ നമുക്ക് ഈ m1ൻ്റെയും m2ൻ്റെയും പൊസിഷൻ കൃത്യമായിട്ട് പറയാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ മോഷനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 2 കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ട് സിസ്റ്റത്തിൻ്റെ മോഷനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ കുറിച്ച് പറയാനുള്ളത്.